ഹായ് ഫ്രണ്ട്സ്, PSC വീടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PSCക്ക് വിടാത്ത തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി നിലവിൽ വന്ന പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് ഏതാണ്? വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PSCക്ക് വിടാത്ത തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി നിലവിൽ വന്ന പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് ഏതാണ്? കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ്. നവരത്ന പദവി ലഭിച്ച റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അടുത്തിടെ നവരത്ന പദവി ലഭിച്ച റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ ഗോത്രമേഖലകളിൽ തുടങ്ങിയ കലാപം മണിപ്പൂരിലാകെ ആളിപ്പടർന്നതോടെ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മണിപ്പൂരിന്റെ സുരക്ഷാ ചുമതല കേന്ദ്രം ഏറ്റെടുത്തത്? അടുത്തിടെ ഗോത്രമേഖലകളിൽ തുടങ്ങിയ കലാപം മണിപ്പൂരിലാകെ ആളിപ്പടർന്നതോടെ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മണിപ്പൂരിന്റെ സുരക്ഷാ ചുമതല കേന്ദ്രം ഏറ്റെടുത്തത്? 355 വകുപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ഏതാണ്? കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അടുത്തിടെ ഗോത്രമേഖലകളിൽ തുടങ്ങിയ കലാപം മണിപ്പൂരിലാകെ ആളിപ്പടർന്നതോടെ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മണിപ്പൂരിന്റെ സുരക്ഷാ ചുമതല കേന്ദ്രം ഏറ്റെടുത്തത്? 355 വകുപ്പ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ: ONV യുവ സാഹിത്യ പുരസ്കാരം 2023 അർഹരായത് ആരൊക്കെയാണ്? ONV യുവ സാഹിത്യ പുരസ്കാരം 2023 അർഹരായത് നീതു C. സുബ്രഹ്മണ്യൻ, രാഗി R. ആചാരി. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് ഓസ്ട്രേലിയയുടെ ജനരക്ഷാ പുരസ്കാരം നേടിയത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് ഓസ്ട്രേലിയയുടെ ജനരക്ഷാ പുരസ്കാരം നേടിയത് മാതൃഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ: റോബോട്ടിക് സർജറി സംവിധാനം ഒരുക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിക്ക് സർക്കാർ തെരഞ്ഞെടുത്ത ആശുപത്രികൾ ഏതൊക്കെയാണ്? റോബോട്ടിക് സർജറി സംവിധാനം ഒരുക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിക്ക് സർക്കാർ തെരഞ്ഞെടുത്ത ആശുപത്രികളാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ. അടുത്ത ക്വസ്റ്റ്യൻ: 2023 മാടമ്പ് സ്മൃതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 മാടമ്പ് സ്മൃതി പുരസ്കാരത്തിന് അർഹനായത് ശ്രീ രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് വെള്ളയണി. റോബോട്ടിക് സർജറി സംവിധാനം ഒരുക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിക്ക് സർക്കാർ തെരഞ്ഞെടുത്ത ആശുപത്രികളാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ. 2023 മാടമ്പ് സ്മൃതി പുരസ്കാരത്തിന് അർഹനായത് ശ്രീ രാധാകൃഷ്ണനാണ്. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് വെള്ളായണി. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ലോറസ് പുരസ്കാരം നേടിയവർ. മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സി, മികച്ച വനിതാ താരം ഷെല്ലി ആൻ ഫ്രേസർ, മികച്ച ടീം അർജന്റീന, മികച്ച യുവതാരം കാർലോസ് അൽക്കാരസ്, മികച്ച തിരിച്ചുവരവ് ക്രിസ്റ്റ്യൻ എറിക്സൺ. 2023 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. മികച്ച വനിതാ താരം ഷെല്ലി ആൻ ഫ്രേസർ ആണ്. മികച്ച ടീം അർജന്റീന, മികച്ച യുവതാരം കാർലോസ് അൽക്കാരസ്, മികച്ച തിരിച്ചുവരവ് ക്രിസ്റ്റ്യൻ എറിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ: ONV കൾച്ചർ അക്കാദമി ഏർപ്പെടുത്തിയ 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ. താനൂർ ബോട്ട് അപകടം അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? താനൂർ ബോട്ട് അപകടം അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് VK മോഹനൻ. ആരാണ്? ജസ്റ്റിസ് VK മോഹനനാണ് താനൂർ ബോട്ട് അപകടം അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: TV രാജ പുരസ്കാരം 2023 മികച്ച പുരുഷ താരം ആരാണ്? M. ശ്രീശങ്കർ, മികച്ച വനിതാ താരം അപർണ ബാലൻ, ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം TK ചാത്തുണ്ണി, മികച്ച കായിക പരിശീലകൻ PS വിനോദ്, മികച്ച കായിക കോളേജ് പാല അൽഫോൺസ കോളേജ്. GV രാജ പുരസ്കാരം 2023 മികച്ച പുരുഷ താരം ആരാണ്? M. ശ്രീശങ്കർ ആണ്. മികച്ച വനിതാ താരം
അപർണ ബാലൻ. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം TK ചാത്തുണ്ണി. മികച്ച കായിക പരിശീലകൻ ആരാണ്? PS വിനോദ്. മികച്ച കായിക കോളേജ് പാല അൽഫോൺസ കോളേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലെ ISRO പ്രൊപ്പൾഷൻ കോംപ്ലക്സിൽ വെച്ചാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ മഹാസമുദ്രം വഴി നടത്തുന്ന ലഹരിക്കടത്ത് തടയുന്നതിനായി NCBയും നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം വഴി നടത്തുന്ന ലഹരിക്കടത്ത് തടയുന്നതിനായി NCBയും നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ 70 വർഷം തികച്ച രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ നാവിക എയർ സ്റ്റേഷൻ ഏതാണ്? അടുത്തിടെ 70 വർഷം തികച്ച രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ നാവിക എയർ സ്റ്റേഷനാണ് INS ഗരുഡ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി തയ്യാറാക്കിയ പോർട്ടൽ ഏതാണ്? പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി തയ്യാറാക്കിയ പോർട്ടലാണ് പ്രവാസി മിത്രം പോർട്ടൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. കൂടി നമുക്ക് നോക്കാം. അടുത്തിടെ 70 വർഷം തികച്ച രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ നാവിക എയർ സ്റ്റേഷനാണ് INS ഗരുഡ. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി തയ്യാറാക്കിയ പോർട്ടലാണ് പ്രവാസി മിത്രം പോർട്ടൽ. സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.